ഹൈയോൾ മത്സര പരീക്ഷകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് INC. അപ്പോൾ നമ്മൾ ഇന്ന് INCയുടെ സമ്മേളനങ്ങളും പ്രസിഡന്റുമാരെയൊക്കെയാണ് പരിചയപ്പെടുന്നതും. എല്ലാ ദിവസവും രാവിലെ 10:30 ഈ ഒരു സെഷനുണ്ട്. ഇത് കിട്ടാനായിട്ട് നമ്മുടെ ചാനലാണ് 24/7 മലയാളം. ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ INC എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി എങ്ങനെ ഉണ്ടായി ഇവിടെ? അതായത് 1857 നമ്മുടെ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പരാജയപ്പെട്ടുപോയി. അപ്പൊ ഈ 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇന്ത്യക്കാർക്ക് നമ്മുടെ ആശയങ്ങൾ ജനങ്ങളിൽ എത്തിക്കണം, അതിനൊരു കോമൺ പ്ലാറ്റ്ഫോം വേണം അല്ലേ എന്ന് ചിന്തിക്കാൻ തുടങ്ങി. സോ അതിനെ ബേസ് ചെയ്തൊരു തിയറി ഉണ്ടായി. ഇതാണ് സേഫ്റ്റി വാൽവ് തിയറി. മലയാളത്തിൽ സുരക്ഷാ വാൽവ് സിദ്ധാന്തം എന്ന് പറയും. സുരക്ഷാ വാൽവ് സിദ്ധാന്തം ഇതാണ് നമ്മുടെ INCയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട തിയറി. ദാറ്റ് ഈസ് നമ്മുടെ ഇന്ത്യക്കാർക്ക് ആശയങ്ങൾ ജനങ്ങളിൽ എത്തിക്കണം, അതിനൊരു കോമൺ പ്ലാറ്റ്ഫോം, അതിനെ ബേസ് ചെയ്തിട്ടുള്ള തിയറി സുരക്ഷാ വാൽവ് സിദ്ധാന്തം. അത് സുരക്ഷാ വാൽവ് സിദ്ധാന്തം അനുസരിച്ചിട്ടാണ് 1884 ഇവിടെ ഉണ്ടായ ഒരു ഓർഗനൈസേഷനാണ് ഇന്ത്യൻ നാഷണൽ യൂണിയൻ. ഈ ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന ഓർഗനൈസേഷനാണ് 1885 INC ആയിട്ട് മാറിയത്. അതായത് നമ്മുടെ ഇന്ത്യക്കാർക്ക് ആശയങ്ങൾ ജനങ്ങളിൽ എത്തിക്കണം, അതിനൊരു കോമൺ പ്ലാറ്റ്ഫോം കൂടിയേ തീരൂ നമ്മൾ ചിന്തിച്ചു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടൊരു തിയറി ഉണ്ടായി. അതാണ് സുരക്ഷാ വാൽവ് സിദ്ധാന്തം അല്ലെങ്കിൽ സേഫ്റ്റി വാൽവ് തിയറി. അതനുസരിച്ചിട്ട് 1884 ഇവിടെ ഫോം ചെയ്ത ഒരു ഓർഗനൈസേഷൻ ഇന്ത്യൻ നാഷണൽ യൂണിയൻ. ഈ ഓർഗനൈസേഷൻ 1885 INC ആയിട്ട് മാറി. INCയുടെ ഫൗണ്ടർ പിതാവ് അല്ലെങ്കിൽ ഫസ്റ്റ് സെക്രട്ടറി എയോ ഹ്യൂമാണ്, പ്രസിഡന്റ് WC ബാനർജിയുമാണ്. ഇനി INCയുടെ ഈ ആദ്യ മീറ്റിംഗ് നടത്താൻ തീരുമാനിച്ചത് പൂനെയിൽ വെച്ചിട്ടാണ്. പ്ലേഗ് കാരണമാണ് ഇത് മുംബൈയിലെ ഗോകുൽദാസ് തേജ്പാൽ കോളേജിൽ വെച്ച് നടക്കുന്നത്. INCയുടെ ആദ്യ മീറ്റിങ്ങിന് വേദിയായ സ്ഥലമാണ് ഗോകുൽദാസ് തേജ്പാൽ കോളേജ്. അപ്പൊ ശരിക്കും വിചാരിച്ചിരുന്നത് എവിടെയായിരുന്നു? പൂനെയിലാണ്. ആദ്യ മീറ്റിങ്ങിൽ 72 പേര് പങ്കെടുത്തു. പല ഭാഷക്കാരും പല വേഷക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. ഈ ആദ്യ മീറ്റിങ്ങിൽ പങ്കെടുത്ത ഒരേ ഒരു മലയാളിയാണ് ബാരിസ്റ്റർ GP പിള്ള. തിരുവിതാംകൂറിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ബാരിസ്റ്റർ GP പിള്ള. ഇദ്ദേഹമാണ് INCയുടെ ആദ്യ മീറ്റിങ്ങിൽ പങ്കെടുത്തത്. അപ്പോൾ ആദ്യ മീറ്റിങ്ങിൽ പ്രമേയം അവതരിപ്പിച്ച ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹമാണ് G. സുബ്രഹ്മണ്യ അയ്യർ. ആദ്യ മീറ്റിങ്ങിൽ പ്രമേയം അവതരിപ്പിച്ചത് G. സുബ്രഹ്മണ്യ അയ്യർ. അതിൽ 9 പ്രമേയങ്ങളാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. അപ്പോൾ INCയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളി ബാരിസ്റ്റർ GP പിള്ള. തിരുവിതാംകൂറിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ബാരിസ്റ്റർ GP പിള്ളയാണ്. രണ്ടാമത്തെ മീറ്റിംഗ് കൽക്കട്ടയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. രണ്ടാമത്തെ മീറ്റിംഗിൽ 434 അംഗങ്ങൾ പങ്കെടുത്തു. ഈ രണ്ടാമത്തെ മീറ്റിംഗിന്റെ പ്രസിഡന്റ് ദാദാഭായി നവറോജി ആയിരുന്നു. ഇതായത് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ആര്? ദാദാഭായി നവറോജി. ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ വരുമാനം കണക്കാക്കിയ വ്യക്തിയാണ് ദാദാഭായി നവറോജി. ഇദ്ദേഹമാണ് INCയുടെ രണ്ടാമത്തെ പ്രസിഡന്റ് നവറോജി. അപ്പോൾ 72 നിന്നും രണ്ടാമത്തെ മീറ്റിംഗ് വന്നപ്പോൾ കണ്ടോ 434 അംഗസംഖ്യ മാറി. അപ്പോൾ സെക്കൻഡ് മീറ്റിംഗ് കൽക്കട്ടയിൽ വെച്ച് നടന്നു.
ഇനി 85-86 കഴിഞ്ഞു അല്ലേ. 87 INC നടക്കുന്നത് മദ്രാസിൽ വെച്ചിട്ടാണ്. 1887 INC നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? മദ്രാസിൽ വെച്ചിട്ടാണ്. INC പ്രസിഡന്റ് ബദറുദ്ദീൻ തിയാബ്ജി ആയിരുന്നു. അപ്പം മൂന്നാമത്തെ മീറ്റിങ്ങിൽ INC പ്രസിഡന്റ് ചോദിച്ചാൽ അത് ബദറുദ്ദീൻ തിയാബ്ജിയാണ്. INC പ്രസിഡന്റായ ആദ്യ മുസ്ലിം ചോദിച്ചാൽ അത് ബദറുദ്ദീൻ തിയാബ്ജിയാണ്. നാലാമത്തത് ജോർജിയോള്. 1888 INC നടക്കുന്നത് അലഹബാദിൽ വെച്ചിട്ട്. INC പ്രസിഡന്റായ ആദ്യ വിദേശി ചോദിച്ചാൽ ജോർജിയോള്. 1888 അലഹബാദ് INC. മുസ്ലിം ബദറുദ്ദീൻ തിയാബ്ജി 1887 മദ്രാസ് INC. ആദ്യ വിദേശി ജോർജിയോള് 1888 അലഹബാദിൽ വെച്ച് INC നടന്നു. ഇനി അത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കുക. അപ്പം നമ്മൾ 1901 കൊൽക്കത്ത INCയിലാണ് ഗാന്ധിജി ആദ്യമായിട്ട് പങ്കെടുക്കുന്നത്. അതായത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ INC സമ്മേളനങ്ങൾ നടന്ന സ്ഥലം കൊൽക്കത്തയാണ്. ഈ കൊൽക്കത്ത INCയിൽ ഗാന്ധിജി ആദ്യമായി പങ്കെടുത്തു. ഈ കൊൽക്കത്ത INCയുടെ പ്രസിഡന്റ് ദിൽഷാ ഇ വാച്ചയായിരുന്നു. ദിൽഷാ ഇ വാച്ച 1901 കൊൽക്കത്ത INCയിൽ അധ്യക്ഷനായിരുന്നു. ഇതിലാണ് നമ്മുടെ ഗാന്ധിജി ആദ്യമായിട്ട് പങ്കെടുക്കുന്നത്. 1905 നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന് നഴ്സറി ബംഗാളുണ്ട്. ഈ ബംഗാളിനെ 1905 ബ്രിട്ടീഷുകാർ വിഭജിച്ചു. അതായത് ബംഗാൾ വിഭജിച്ചെങ്കിൽ മാത്രമേ ഇവിടെ അധികാരം പിടിച്ചെടുക്കാൻ പറ്റൂ എന്ന് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായിട്ട് 1905 ബംഗാളിനെ വിഭജിച്ചു. അപ്പം ബംഗാളിനെ വിഭജിച്ചതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു പ്രസ്ഥാനം കൊണ്ടുവന്നു. അതാണ് സ്വദേശി പ്രസ്ഥാനം. അതായത് നമ്മൾ നമ്മുടെ നാട്ടിലെ സാധനങ്ങൾ ഉപയോഗിക്കുക, ബ്രിട്ടീഷുകാരുടെ സാധനങ്ങൾ ബഹിഷ്കരിക്കുക. ഇതാണ് സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബംഗാൾ വിഭജനം നടന്ന 1905 INC നടന്നത് ബനാറസിൽ വെച്ച്. എവിടെ വെച്ചിട്ടാണ്? ബനാറസ്. INC പ്രസിഡന്റ് ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു. 1905 ബനാറസ് INCയുടെ പ്രസിഡന്റ് ഗോഖലെയാണ്. ഇവിടെയാണ് സ്റ്റാർട്ട് സ്വദേശി ആൻഡ് ബോയ്ക്കോട്ട് മൂവ്മെൻറ്റ്. നമ്മൾ നമ്മുടെ നാട്ടിലെ സാധനങ്ങൾ ഉപയോഗിക്കണം, ബ്രിട്ടീഷുകാരുടെ സാധനങ്ങൾ ബഹിഷ്കരിക്കണമെന്ന് പറയുന്നത് 1905 ബനാറസ് INC പ്രസിഡന്റ് ഗോഖലെ. ക്ലിയർ ആണ്? ദെൻ 1905 കഴിഞ്ഞു. നെക്സ്റ്റ് വൺ 1906 INC നടക്കുന്നത് കൊൽക്കത്തയിൽ വെച്ചിട്ട്. 1906 INC നടക്കുന്നത് കൊൽക്കത്തയിൽ വെച്ച്. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കാലം INC നടന്ന സ്ഥലമാണ്. മുമ്പ് അത് കൊൽക്കത്തയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രസിഡന്റ് നവറോജിയ. ഈ കൊൽക്കത്ത INCയിലാണ് സ്വരാജ്, അതായത് സ്വന്തം രാജ്യം, സ്വരാജ് എന്ന പദം, പൂർണ്ണ സ്വരാജ് അല്ല, സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് 1906 കൊൽക്കത്ത INC പ്രസിഡന്റ് നവറോജിയാണ്. ദെൻ 1907 1908 INC പ്രസിഡന്റ് ഒരാൾ തന്നെയാണ്, റാഷ് ബിഹാരി ഘോഷ്. അതായത് തുടർച്ചയായിട്ട് 2 വർഷം അടുപ്പിച്ച് INC പ്രസിഡന്റായ വ്യക്തിയാണ് റാഷ് ബിഹാരി ഘോഷ്. അപ്പം ഈ 1907 INC നടക്കുന്നത് സൂററ്റിൽ വെച്ചിട്ടാണ്. എവിടെ വെച്ചിട്ടാണ്? സൂററ്റിൽ വെച്ചിട്ട് INC നടന്നു. അപ്പം നമ്മുടെ കുറച്ച് ആളുകൾ പറഞ്ഞു, ഞങ്ങൾ നേരത്തെ പറഞ്ഞതല്ലേ ബ്രിട്ടീഷുകാർ ഇവിടെ കച്ചവടത്തിനൊന്നും വന്നതല്ല, ഇവരിവിടെ അധികാരം ഉറപ്പിക്കാൻ വന്നതാ. കണ്ടില്ലേ നമ്മുടെ രാജ്യദേശീയ പ്രസ്ഥാനത്തിന് നഴ്സറി ആയിരുന്ന ബംഗാളിനെ ഇവർ വിഭജിച്ചത്. ഈ പോക്ക് പോയാൽ ശരിയാവത്തില്ല, നമുക്ക് ഇവർക്കെതിരെ കുറച്ച് സമരങ്ങളൊക്കെ സംഘടിപ്പിക്കാമെന്ന് കുറച്ച് ആളുകൾ പറഞ്ഞു. വേറെ കുറച്ച് പേര് പറഞ്ഞു അതൊന്നും വേണ്ട, ഇവരെ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് സെറ്റ് ആയിക്കോളും, അവർ നമുക്ക് വഴക്കിനൊന്നും പോകണ്ട, ഇപ്പോഴത്തെ പോലെ പരാതികളിൽ കൂടെ പരിഭവങ്ങളിൽ കൂടെ നമുക്ക് പ്രശ്നങ്ങൾ പറയാം. അപ്പോൾ അവിടെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി.
അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ സമരങ്ങൾ സംഘടിപ്പിക്കണമെന്ന് പറഞ്ഞ 3 പ്രധാനപ്പെട്ട വ്യക്തികൾ ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധർ തിലക്, ലാലാ ലജപത് റായി. ഇവർ 3 പേരുമാണ്. ലാലാ ലജപത് റായി. ഇതില് ബാലഗംഗാധർ തിലക് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ്, ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ് ബാലഗംഗാധർ തിലക്. ഓർത്തു വെച്ചേക്കുക. അപ്പൊ ഇവരുടെ കൂട്ടുകെട്ട് തന്നെ ലാൽ പാൽ ബാൽ എന്നാണ് അറിയപ്പെട്ടത്. അപ്പൊ ഇവര് പറഞ്ഞു നമുക്ക് കുറച്ച് സമരങ്ങളൊക്കെ സംഘടിപ്പിക്കാം. നമ്മുടെ ഗോഖലെ പോലുള്ളവർ പറഞ്ഞു വേണ്ട, അവരെന്തെങ്കിലും സ്വാതന്ത്ര്യം തരും, തൽക്കാലം നമുക്ക് വഴക്കിനൊന്നും പോകണ്ട. അപ്പൊ അവിടെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ട് 1907 സൂററ്റ് INCയിൽ കോൺഗ്രസ് 2ആയിട്ട് തിരിഞ്ഞു. മിതവാദികൾ, തീവ്രവാദികൾ. ഈ സൂററ്റ് സ്പ്ലിറ്റിനെയാണ് കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഖേദകരമായ സംഭവം എന്ന് ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നത് ഈ സൂററ്റ് സ്പ്ലിറ്റിനെയാണ്. ഓർത്തു വെച്ചേക്കുക. അപ്പോൾ തൊട്ടടുത്ത വർഷം 1908 റാഷ് ബിഹാരി ഘോഷ് തന്നെയാണ് INC പ്രസിഡന്റ്. അപ്പോൾ ഈ തൊട്ടടുത്ത വർഷം INC നടന്ന സമയത്ത് ഇവർ പറയേക്കാം നമുക്ക് INCക്കായിട്ട് സ്വന്തമായിട്ടൊരു നിയമമൊന്നുമില്ല, അതുകൊണ്ടല്ലേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വഴക്കുണ്ടാകുന്നത്. സോ അടുത്ത വർഷത്തെ മദ്രാസ് INCയിൽ കോൺഗ്രസിനായിട്ട് ഒരു ഭരണഘടന വേണമെന്ന് പറയുന്ന പ്രസിഡന്റ് റാഷ് ബിഹാരി ഘോഷ് തന്നെയാണ്. കോൺഗ്രസിനായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു ഭരണഘടന വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ച വ്യക്തി ആനന്ദമോഹൻ ബോസ് ആണ്. ഓക്കെയാണ്. നെക്സ്റ്റ്, അപ്പോൾ 7-8 കഴിഞ്ഞു. 1909 INC നടക്കുന്നത് ലാഹോറിൽ വെച്ചിട്ട്. ലാഹോർ INCയുടെ പ്രസിഡന്റ് മദൻ മോഹൻ മാളവ്യാണ്. സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ ഗാന്ധിജിയുടെ ഉപദേശകനൊക്കെ ആയിരുന്ന മദൻ മോഹൻ മാളവിയാണ് 1909 ലാഹോർ INCയുടെ പ്രസിഡന്റ്. അതിൻ്റെ പ്രത്യേകത എന്താ? മിന്റോ മോർലി ഭരണ പരിഷ്കാരം നടന്നപ്പോഴുള്ള INC പ്രസിഡന്റ്. നമ്മുടെ വൈസ്രോയി ആയിരുന്ന മിന്റോയും സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന മോർലിയും കൂടെ ചേർന്നിട്ടാണ് മിന്റോ മോർലി ഭരണ പരിഷ്കാരം നടക്കുന്നത്. ആ സമയത്ത് INC പ്രസിഡന്റ് മദൻ മോഹൻ മാളവ്യ. ഓർത്ത് വെച്ചേക്കുക. ഓക്കെയാണ്. അപ്പോൾ പിന്നെ ഒരു പാർട്ടും കൂടെ ഉണ്ട്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. INC ഏത് മത്സര പരീക്ഷകൾക്കും, പ്രിലിംസിന് 10th പ്രിലിംസിന് മാത്രമല്ല എല്ലാ മത്സര പരീക്ഷകൾക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാം കൂടെ നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആവുന്നതുകൊണ്ട് നമ്മൾ സോർട്ട് ചെയ്ത് ഇതുവരെ PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് പഠിക്കുന്നത്. നെക്സ്റ്റ് ഒരു ക്ലാസ്സും കൂടെ ഉണ്ട് ഇതിൻ്റെ കണക്റ്റഡ് ആയിട്ട്, അതുകൂടെ ആകുമ്പോൾ ക്ലിയർ ആകും നിങ്ങൾക്ക്. അപ്പോൾ ഈ ഒരു ഡെയിലി ക്ലാസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ക്ലാസ് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ADA24/7 മലയാളം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാ ദിവസവും 10:30 ഈ ഒരു സെഷൻ ഉള്ളത്. ദെൻ നമ്മുടെ ഓഫറായിട്ട് നമ്മൾ തരുന്നത് 27% ഡിസ്കൗണ്ടും ഡബിൾ വാലിഡിറ്റിയും അലോങ് വിത്ത് ഫ്രീ ഗിഫ്റ്റുകളൊക്കെ ഉണ്ട്. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ സമയത്ത് മാക്സിമം പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് Y362 എന്ന ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിക്കാം. അപ്പോൾ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നതെന്നും കൂടെ കാണിച്ചു തരാം. നേരെ ഗൂഗിളിലേക്ക് പോവുക, പ്ലേ സ്റ്റോറിലേക്ക് പോയിട്ട് അവിടെ നിങ്ങൾ ADA24/7 മലയാളം ഒന്ന് കൊടുക്കുക. നിങ്ങൾ ഫോണിലോ ലാപ്പിലോ ഒക്കെ കൊടുക്കാം. ഫസ്റ്റ് ലിങ്ക് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ലിങ്ക്, ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിന്, ICDS ബാച്ച്, പിന്നെ RRB NTPC നമ്മൾ 17-ാം തീയതി, അതായത് ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അതായത് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും നല്ല ഒരു പ്രധാനപ്പെട്ടതെന്ന് പറയും ഒരു നല്ല നോട്ടിഫിക്കേഷനാണ് RRB. അപ്പോൾ അതിൻ്റെ പുതിയ ബാച്ച് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബാച്ചാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ബൈനോ ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ ബൈനോ എന്ന് വരുമ്പോൾ ഒരു കൂപ്പൺ കോഡ് ചോദിക്കും. Y362 Y362 എന്ന ഡിസ്കൗണ്ട് കോഡ് നിങ്ങൾ ഉപയോഗിക്കണം. എന്നിട്ട് അപ്ലൈ ക്ലിക്ക് ചെയ്യുക. 2238 രൂപയാവും കോഴ്സ് ഫീ. ഫിൽ ഡീറ്റെയിൽസിൽ പേരും ഫോൺ നമ്പറും 3ാമത് പേയ്മെൻറ്റും കൊടുത്ത് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്തതിന് ശേഷം കോഴ്സ് കാണാനായിട്ട് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരെ ആപ്പിലേക്ക് പോകണം. നിങ്ങൾ പ്ലേ സ്റ്റോറിലേക്ക് പോയിട്ട് ADA24/7 എക്സാം പ്രിപ്പറേഷൻ ടു സെലക്ഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. 2ാമത് സ്റ്റേറ്റ് എക്സാം, 3ാമത് കേരളയുണ്ട്. അതിലേക്ക് ചെല്ലുമ്പോൾ മൈ കോണ്ടന്റ് നിങ്ങൾ പർച്ചേസ് ചെയ്ത കോഴ്സ് ഉണ്ടാവും.
അപ്പോൾ കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് Y36 എന്ന ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിക്കുക. ഡബിൾ വാലിഡിറ്റി, അതായത് ഈ കോഴ്സിനോടൊപ്പം തന്നെ ടെസ്റ്റ് സീരീസും ഈ ബുക്കും ഒക്കെ ഫ്രീ ആണ്. മാത്രമല്ല നമ്മുടെ ക്ലാസ്സൊക്കെ ലൈവാണ്. ലൈവ് പറ്റിയില്ലെങ്കിൽ റെക്കോർഡഡ് വീഡിയോ അവൈലബിൾ ആണ്. മോക്ക് ടെസ്റ്റ് ഒക്കെ ഉണ്ട്. ക്ലാസ്സിൻ്റെ മെറ്റീരിയൽസ് എല്ലാം തന്നെ ഫാക്കൽറ്റീസ് ഷെയർ ചെയ്ത് തരും. സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഓൾ.